പാമ്പുകളുമായുള്ള ചങ്ങാത്തത്തിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ഏറ്റവും ഒടുവിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത ശ്രീ വാവ സുരേഷാണ് ന്യൂസ് വൺ മോർണിംഗിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ശ്രീ വാവ സുരേഷ് ന്യൂസ് വൺ മോർണിംഗിലേക്ക്. നമസ്കാരം. നമസ്കാരം ശ്രീ വാവ സുരേഷ്, എങ്ങനെയാണ് ഈ പാമ്പുകളുമായുള്ള ചങ്ങാത്തം തുടങ്ങിയത്? ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു 12 വയസ്സ് കാലഘട്ടങ്ങളിൽ സ്കൂളിലൊക്കെ പോകുന്ന വഴിയിൽ ഒരു പാമ്പിനെ കണ്ടു. അതൊരു ചെറിയ മുറുകൻ പാമ്പായിരുന്നു. അന്ന് ഏത് പാമ്പാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. അതിനെ പിടിച്ചു, ഒരു ബോട്ടിലാക്കി വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ 12ാമത്തെ വയസ്സ് മുതൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം 25 വർഷം പിന്നിട്ടു. ഏറ്റവും കൂടുതൽ സാധുവായ ജീവിയാണ് പാമ്പുകളെന്ന് അന്നത്തെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ 25 വർഷം കൊണ്ട് 35,000-ലേറെ പാമ്പുകളെ പിടിക്കാൻ കഴിഞ്ഞു എനിക്ക്. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടിയേൽക്കാൻ കഴിഞ്ഞു. 266 പ്രാവശ്യമാണ് വെനമുള്ള പാമ്പിൻ്റെ, അതായത് നമ്മൾ വിഷമെന്ന് പറയുന്ന പാമ്പുകളുടെ കടിയേറ്റത്, വിഷമുള്ള പാമ്പ് എന്ന് പറയുന്ന പാമ്പുകളുടെ കടിയേൽക്കാൻ കഴിഞ്ഞു. ഇത്രയും തവണ പാമ്പിന്റെ കടിയേറ്റു, എന്നിട്ടും പറയുന്നു പാമ്പ് വളരെ പാവമായ ഒരു ജീവിയാണെന്ന്. അല്ല, അത് സത്യമായ കാര്യമല്ല. പാമ്പിനെ ഞാൻ പിടിച്ചതുകൊണ്ടല്ലേ എന്നെ കടിക്കുന്നത്, പിടിക്കുന്നത് കൊണ്ടാണ് കടിക്കുന്നത്. അല്ലാതെ അവൻ വന്ന് കടിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. പിടിച്ച് ആൾക്കാരെ മുന്നിൽ ഡെമോ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്ക് കൂടി നിൽക്കുന്നവരെ നിർബന്ധിച്ച് അതിനെ ബോട്ടിൽ നിന്ന് രണ്ടാമത് ഇറക്കി കാണിക്കുമ്പോഴോ ഒക്കെയാണ് കടി കേൾക്കുന്നത്. അതപ്പോൾ ഒരിക്കലും അത് പാമ്പിൻ്റെ കുറ്റം പറയാൻ കഴിയില്ല, എൻ്റെ കുറ്റമെന്നേ പറയാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ തെറ്റാണെന്നേ പറയാൻ കഴിയും. കാരണം ഞാനാണ് വീണ്ടും വീണ്ടും അവയെ ശല്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവ കടിക്കുന്നത്. മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ വളർന്ന പട്ടി കടിക്കാത്ത പട്ടിയുടെ വാലിൽ ചവിട്ടി പിടിച്ചാൽ അത് കടിക്കുന്നു. അത് തന്നെയാണ് ഇവയും ചെയ്യുന്നത്, വേദനിക്കുമ്പോൾ കടിക്കുന്നു. ഒരു ക്രൈസായിട്ടാണ് ഈ ചങ്ങാത്തം തുടങ്ങിയതെന്ന് നേരത്തെ പറഞ്ഞു. പിന്നീട് ആ ഒരു ക്രൈസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതാകും എൻ്റെ ഫീൽഡ്, ഭാവിയിലെ ഫീൽഡ് ഇതാകും എന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അയ്യോ, ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഒരു ക്രൈസിന് വേണ്ടി തുടങ്ങി. പിന്നെ ഇത് സ്കൂളിൽ പോകാതെ പോകുന്ന വഴിക്ക് കിട്ടുന്ന പാമ്പുകളെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനെ കൊണ്ട് തുറന്നു വിടുന്ന ഒരു സംഭവത്തിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് അതിന് മുന്നേയും കൊച്ചു കാക്കയുടെ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിൽ നിന്ന് തറയിൽ വീണ് കിടന്ന് അതിനൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് പറക്കുന്നത് വരെ തീറ്റിയൊക്കെ കൊടുത്തിട്ട് അതിനെ പറത്തി വിടുന്ന സംഭവം. അപ്പോൾ എല്ലാ ജന്തുക്കളെയും എല്ലാ ജീവികളെയും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇവ കൂടുതൽ പേടി കുറച്ചുകൂടെയൊക്കെ മുതിർന്ന ആളായപ്പോൾ എനിക്ക് തോന്നി ഇവയെ മനുഷ്യന് കുറേ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിനൊന്ന് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ ഉറച്ചു വന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ എൻ്റെ നമ്പർ പബ്ലിക്കിന് വേണ്ടി കൊടുത്ത സമയത്ത് ഒരു ദിവസം ആദ്യം എന്നെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം 2 ദിവസം കൊണ്ട് വിളിച്ചത് 3500-ലേറെ കോളുകളാണ്. വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ കോൾ വന്നുണ്ട് എൻ്റെ നമ്പർ ആദ്യമായി പബ്ലിക്കിന് പത്രത്തിൽ കൊടുത്ത സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു സംഭവമായിരുന്നു ഇത്. അങ്ങനെയാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഒത്തിരി ജനങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ശീലം തുടങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പ്രോത്സാഹിപ്പിച്ചോ അതോ നിരുത്സാഹപ്പെടുത്തിയോ? നിരുത്സാഹം തന്നെയായിരുന്നു. കാരണം അവർ വിചാരിച്ചത് എന്തോ വലിയൊരു ജീവിയാണ്, വലിയൊരു ഭീകരതയുള്ള ജീവിയാണ്, മനുഷ്യനെ വന്ന് ആക്രമിക്കുന്ന ജീവിയാണെന്നൊക്കെ അവർക്കും കഥകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയല്ല. ആദ്യമൊക്കെ തല്ല് കിട്ടുന്നുണ്ടായിരുന്നു, ഇഷ്ടംപോലെ തല്ല് കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ മാറി. പിന്നെ ഇപ്പോൾ ജനങ്ങൾ തന്നെ അവരോട് പറഞ്ഞു, സുരേഷ് ചെയ്യുന്നത് നല്ലൊരു മേഖലയല്ലേ, അത് അങ്ങനെ തന്നെ പോട്ടെ, എന്തായാലും ഭൂമിയിലേക്ക് വരുന്ന മനുഷ്യന് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഭൂമിയിലേക്ക് ഒരാളെ ദൈവം സൃഷ്ടാവ് അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് ഇങ്ങോട്ട് അയക്കുന്നത്. ഇതായിരിക്കും സുരേഷിന്റെ വഴി, ഇതിങ്ങനെ തന്നെ പോട്ടെ എന്ന്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തികച്ചും കൗതുകത്തിന് വേണ്ടിയാണ് സുരേഷ് പാമ്പിനെ പിടിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴാണ് ഇതൊരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിയത്? പ്രൊഫഷൻ എന്നാൽ നമ്മൾ ജോലി ചെയ്യുന്ന കൂലി വാങ്ങിക്കുമ്പോഴാണ് അത് പ്രൊഫഷനാകുന്നത്. ഞാൻ ഇന്നുവരെ ഒരു വീട്ടിൽ നിന്ന് 5 പൈസ ചോദിച്ച് വാങ്ങിക്കുകയോ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ്. പ്രൊഫഷൻ എന്നുള്ള ജോബാണ്. അത് നമ്മൾ ചെയ്യുന്ന ആ ഒരു മേഖലയിൽ നിന്ന് ഒരു പാമ്പിനെ പിടിക്കുമ്പോൾ അത് ചോദിച്ചാൽ എത്ര രൂപ ആണ് ചോദിച്ച് വാങ്ങിക്കുന്നതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും പ്രൊഫഷനല്ല. എൻ്റെ സേവനം, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ സേവനം എൻ്റെ ജനങ്ങൾക്ക്, എൻ്റെ നാട്ടുകാർക്ക് എത്തണമെന്നുള്ളൊരു സംരംഭവുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ പാമ്പ് പിടുത്തത്തിനിടയിൽ പലപ്പോഴും കടിയേറ്റു എന്ന് നേരത്തെ പറഞ്ഞു, പലപ്പോഴും ICUവിൽ വരെ കിടന്നിട്ടുണ്ട് സുരേഷ് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ഓരോ കടിയേൽക്കുമ്പോഴും പിന്നീട് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ കരുത്ത് നൽകുകയാണോ ഓരോ കടിയും? അതെ, പ്രചോദനം കൂടുകയാണ്, അല്ലെങ്കിൽ കരുത്ത് കൂടുകയാണ്. കാരണം ഒരിക്കലും ഞാൻ പിന്നോട്ട് പോകില്ല എന്നുള്ളത്. കാരണം വെച്ചാൽ എനിക്ക്, ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ സംരംഭം മരിക്കുന്നത് വരെ, ഈ സംരംഭം അങ്ങനെ തന്നെ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ സേവനം ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒറ്റ പ്രതീക്ഷയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എനിക്ക് ഒരു ഭയം, ഇന്ന് വരെ മരണഭയം തോന്നിയിട്ടില്ല. ഈ 266 പ്രാവശ്യം കടിയേറ്റിട്ട്
9 പ്രാവശ്യം ക്രിട്ടിക്കലായി, 2 പ്രാവശ്യം വെന്റിലേറ്ററിലും 7 പ്രാവശ്യം ICUയിലുമായിരുന്നു. അതായത് പക്ഷേ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കൂടുതൽ വാശി എന്ന് വെച്ചാൽ ഇറങ്ങി എനിക്ക് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പോലും ഞാൻ വന്നിട്ട് അടുത്ത നിമിഷം എനിക്ക് കോൾ വന്ന് ഞാൻ വീട്ടിലറിയാതെ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിലറിയാതെ ഞാൻ പാമ്പിനെ പിടിക്കാനായി പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ICU തന്നെ വാർഡിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർ വരുന്നതിന് മുന്നേ എനിക്ക് കോൾ ഞാൻ പോയിട്ട് തിരിച്ച് വന്ന് അവർ വരുന്നതിന് മുമ്പ് തലവഴി മൂടി കിടന്നിട്ടുണ്ട് ബെഡിൽ. അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇത് ഒരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഒരു ജീവിയെ സംരക്ഷിക്കുക, ഈ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അവരെയും സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എൻ്റെ മനസ്സിൽ. പാമ്പുകളെ കുറിച്ച് നേരത്തെ ശ്രീ സുരേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാമ്പുകളെ കുറിച്ച് ഒരുപാട് വിശ്വാസം നാട്ടുകാർക്കിടയിലുണ്ട്. പാമ്പ് പലപ്പോഴും പക വെച്ചുകൊണ്ട് പെരുമാറുന്നു, അത്തരത്തിലുള്ള പല വിശ്വാസങ്ങൾ. അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത്തരത്തിൽ പക വെച്ച് കടിക്കുന്ന ഒരു ശീലം പാമ്പിനുണ്ടോ? ഇല്ല, അത് കഥയാണ്. കാരണം ഒന്ന്, ഞാൻ സാധുവായ ജീവി എന്ന് പറയാൻ കാരണം പാമ്പുകൾക്ക് കണ്ണുണ്ട്, പക്ഷെ കാണാൻ കഴിയില്ല. പാമ്പുകൾ ലോകം മൊത്തം കാണുന്നത് എക്സ്ട്രാ നെഗറ്റീവ് അഥവാ ഷാഡോ അഥവാ ഒരു നിഴലായിട്ട് മാത്രമാണ് പാമ്പുകൾ കാണുന്നത്. അതുപോലെ പാമ്പുകൾക്ക് ചെവിയില്ല, കേൾക്കാൻ കഴിയില്ല, ശബ്ദതരംഗങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. മകുടി ഊതിയാൽ പാമ്പിനെ വരുത്താൻ കഴിയില്ല. ഇതെല്ലാം തട്ടിപ്പുകളാണ്. അതുപോലെ ഒരു പാമ്പിനെ ഇന്ന് എറിയുകയോ അടിക്കുകയോ ചെയ്താൽ നാളെ വന്ന് പാമ്പുകൾ പകരം ചോദിക്കാൻ പോകുന്നില്ല. കാരണം ഓർമ്മശക്തി ഇല്ലാത്ത ജീവി, ഓർമ്മശക്തി വളരെ കുറവായ ജീവികളാണ് പാമ്പുകൾ. അതുപോലെ തന്നെ മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയാത്ത ജീവിയാണ് പാമ്പുകൾ. അതുപോലെ നാക്കുകൊണ്ട് മാത്രമാണ് പാമ്പുകൾ സെൻസ് ചെയ്യുന്നത്. രണ്ടോ മൂന്നോ സാധനങ്ങളെ മാത്രമേ പാമ്പുകൾക്ക് നാക്കുകൊണ്ട് തിരിച്ചറിയാൻ കഴിയൂ. ഒന്ന്, അവരുടെ ഭക്ഷണമായ ഉഷ്ണരക്തമുള്ള ജീവികൾ. രണ്ടാമത്, പാമ്പുകൾ തിരിച്ചറിയുന്നത് ആസിഡ് പവറുള്ള സാധനങ്ങളെ പാമ്പുകൾ തിരിച്ചറിയുന്നത്. പിന്നെ പാമ്പുകൾ സാധാരണഗതിയിൽ കടിക്കുന്നത് ചവിട്ടി അവയുടെ ദേഹം നോവുമ്പോൾ ആണ് പെട്ടെന്ന് കടിക്കുന്നത്. അപ്പോൾ നമ്മൾ പാമ്പിനെ ചവിട്ടി നമുക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മുൻകരുതൽ എന്നാൽ രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ പാട്ട് പാടിയോ ഷൂളോ അടിച്ചോ നമ്മൾ ലൈറ്റ് അടിച്ചോ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ചെരുപ്പിട്ട് തറയിൽ തട്ടി നടന്നു പോവുക. തറയിൽ തട്ടുമ്പോൾ പാമ്പുകൾക്ക് ചെവിയില്ലാത്തത് കൊണ്ട്, കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ചെരുപ്പിട്ട് തട്ടുമ്പോൾ തറയിലുണ്ടാവുന്ന വൈബ്രേഷൻ പാമ്പുകൾ സ്കിന്ന് കൊണ്ട് വയറ്റിൻ്റെ അടിയിലെ തൊലി കൊണ്ട്, അടിവശത്തെ തൊലി കൊണ്ടാണ് അത് തിരിച്ചറിയുന്നത്. ഏത് ഏരിയയിൽ നിന്നാണ് ആ തരംഗങ്ങൾ വരുന്നത് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നുകിൽ പൊന്തക്കാട്ടിലേക്ക് ഓടിപ്പോവും, ഇല്ലെങ്കിൽ അടുത്ത മാളത്തിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം കഥകളാണ്, നമ്മുടെ പൂർവികർ പ്രചരിപ്പിച്ച കഥകൾ. അതിൻ്റെ പുറകെയാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ നിന്നൊരു മാറ്റം വരണമെന്നുള്ളൊരു സംരംഭമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഇവിടെ എല്ലാ സ്കൂളുകളിൽ, കോളേജിൽ, റെസിഡൻസിൻ്റെ വാർഷികങ്ങളിലൊക്കെ പാമ്പുകളെക്കുറിച്ച് ഞാൻ അവയർനെസ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 പാമ്പുകളെയൊക്കെ അവർക്ക് കൊണ്ട് കാണിച്ച് ക്ലാസ്സുകളെടുത്ത് പാമ്പിൻ്റെ വനത്തെക്കുറിച്ച്, പാമ്പിനെ കൂടുതലായിട്ട് എനിക്ക് അതിൽ പറയാൻ കഴിയുന്നവർ, അപ്പോൾ അവർക്ക് ആ പേടി മാറുന്നു. അപ്പോൾ ഇതുപോലെ പ്രിക്കോഷൻസ് അവർക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാം പാമ്പുകളെ ഭയപ്പെടുന്നു. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ വാഹന അപകട റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും 4000-ലേറെ ആൾക്കാരാണ് കേരളത്തിൽ വാഹന അപകടങ്ങളിൽ മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം. അതേ വർഷം തന്നെയാണ് പാമ്പ് കടിയേറ്റ് കേരളത്തിൽ മരിച്ച ആൾക്കാർ വെറും 51ഓളം പേരാണ് കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇതെല്ലാം അശ്രദ്ധ കൊണ്ട്, ഒന്നുകിൽ പശുവിന് പുല്ലരിയാൻ പോകുമ്പോൾ, ഇല്ലെങ്കിൽ വിറവ് ശേഖരിക്കാൻ പോകുമ്പോൾ ചവിട്ടിയിട്ടാണ് കടി കേൾക്കുന്നത്. വീട്ടിനകത്ത് വന്ന് കടി കേൾക്കുന്നത് വളരെ കുറച്ച് കേസുകൾ മാത്രം. കാരണം വെച്ചാൽ അത് ഭക്ഷണം തേടി വരുമ്പോൾ അറിയാതെ നമ്മൾ വീട്ടിനകത്തൊക്കെ വന്ന് എലിയെ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക കൂടെ ചെയ്തിട്ടുണ്ട് സുരേഷ്. അതുകൊണ്ട് തന്നെയായിരിക്കണം സുരേഷിന്റെ പ്രശസ്തി കേരളവും ഇന്ത്യയും കടന്ന് ലോകരാജ്യങ്ങളിലേക്ക് പകർന്നത് അല്ലേ? ഈയിടെ ഒരു സെക്കൻഡ് പോലും ഞാൻ പാഴാക്കില്ല എന്നുള്ളതാണ്. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഞാൻ മാറ്റി വയ്ക്കില്ല. അവയിൽ എപ്പോഴും അവയോടൊപ്പം തന്നെ അവയെ കൂടുതൽ മനസ്സിലാക്കണം. ഈ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുള്ള പേടി മാറ്റണം എന്നുള്ള ഒരു സംരംഭവുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ആനിമൽ പ്ലാനറ്റ് ചാനൽ സുരേഷിനെ തേടിയെത്തി. എങ്ങനെയായിരുന്നു അവരുമായുള്ള ഒരു ഇടപെടൽ? എങ്ങനെയായിരുന്നു? നല്ലൊരു അനുഭവമാണ്. ഞാനൊക്കെ കേട്ടിരുന്നത് അനിമൽ പ്ലാനറ്റ് ഡിസ്കവറി എന്നൊക്കെയുള്ളൊരു സ്വപ്നം. അതായത് നമ്മൾ ഈ മീഡിയയിൽ കാണുന്ന ഒരു ആൾക്കാർ നമ്മളെ അടുത്തൊക്കെ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും അപ്രതീക്ഷിതമായിട്ട് 2 മാസങ്ങൾക്ക് മുന്നേ കേരളത്തിലുള്ള ആൾ തന്നെയാണ്, എറണാകുളത്തുള്ളൊരു നിർമ്മൽ എന്ന് പറയുന്നൊരു സുഹൃത്ത്, അവരുമായിട്ട് നെറ്റ് വഴി കണക്ട് ചെയ്ത് അങ്ങനെ അതുവഴിയാണ് അവരിങ്ങോട്ട് വന്നത്. അതിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം. കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ച കണക്കുള്ള ഒരു സമീപനമല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നല്ല ഒരു അനുഭവം, ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ നിന്നുള്ള ഒരു തുടർച്ച, അതായത് പാമ്പിന് ചെവിയില്ല, കണ്ണില്ല എന്ന് ശ്രീ സുരേഷ് പറഞ്ഞു. ഈ പാമ്പാട്ടികൾ എങ്ങനെയാണ് അവരുടെ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് പാമ്പിനെ കീഴ്പ്പെടുത്തുന്നത്? എങ്ങനെയാണ്?
അത് ഏറ്റവും വലിയ പറ്റിപ്പല്ലേ. കാരണം വെച്ചാൽ പാമ്പുകളെ അവർ ഊതി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു സംഭവം. അവർ കൊണ്ടുവച്ച് കുട്ടികളെ കൊണ്ടുവച്ച് കളിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പാമ്പിനെ ഊതി കളിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് പാമ്പാട്ടി ചേരയെ കൊണ്ടുവച്ച് ഊതി കളിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് അണലിയെ കൊണ്ടുവച്ച് ഊതി കളിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവച്ച് ഊതി? എന്തിനായി മൂർഖനെ മാത്രം കൊണ്ടുവച്ച് ഊതി കളിപ്പിക്കുന്നത്? ഉഡുള്ള പാമ്പ്, പത്തിയുള്ള പാമ്പാകുമ്പോൾ അതിൻ്റെ മുന്നിൽ ഈ മകുടി ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ആ ചലിക്കുന്ന മകുടിയുടെ ആ ഒരു നിഴൽ അവർക്ക് കണ്ണിലേക്ക് കിട്ടുന്നു. ഒരു ഷാഡോ, എന്തോ ഒരു സാധനം അവരുടെ മുന്നിൽ ചലിക്കുന്നു. അത് അവനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണോ എന്ന് നോക്കിയിട്ടാണ് അവനിങ്ങനെ എണീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തെളിവാണ്. വെച്ചാൽ ഊതി കളിപ്പിക്കാൻ നമുക്ക് ചേരയെ കളിപ്പിക്കാൻ കഴിയണം, അല്ലെങ്കിൽ അണലിയെ കളിപ്പിക്കാൻ കഴിയണം, അല്ലെങ്കിൽ വാട്ടർ സ്നേക്ക് അഥവാ നീർക്കോലിയെ കളിപ്പിക്കാൻ കഴിയണം, അല്ലെങ്കിൽ പെരുമ്പാമ്പിനെ കൊണ്ട് ഊതി കളിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, എന്തിനാ പാമ്പാട്ടി മൂർഖനെ മാത്രം കൊണ്ടുവച്ച് ഊതി കളിപ്പിക്കുന്നു? അഥവാ ഊതി കളിപ്പിക്കും, ഇവിടെ കുട്ട തുറന്ന് വെച്ചിട്ട് പാമ്പാട്ടി ഒരു 10-100 അടി അപ്പുറത്ത് പോയിരുന്ന ഈ നാദം ഇങ്ങനെ കേൾക്കുന്ന ദൂരത്തിൽ പോയിരുന്ന് ഊതി നോക്കട്ടെ, പാമ്പ് ഇവിടെ നിന്ന് അവിടെ ചെന്ന് കളിക്കുമെന്ന് നോക്കാമല്ലോ. ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് കുട്ടയിൽ നിന്ന് ഇറങ്ങി അടുത്ത പൊന്തക്കാട്ടിലേക്കോ അല്ലെങ്കിൽ വല്ല പാറയിടിക്കിലേക്കോ ഇറങ്ങിപ്പോവും. ഒരിക്കലും പാമ്പുകളെ ഊതി കളിപ്പിക്കാൻ കേൾവി നമുക്ക് തന്നെ അറിയാം, ചെവി ഇല്ലാത്ത ജീവിയാണ് പാമ്പുകൾ. ഒരിക്കലും നാദം കേൾക്കാൻ, പാട്ട് കേൾക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പാമ്പാട്ടിയോട് പറയുക, ഈ പിടിക്കാൻ വരുന്ന പല മേഖലകളിലും പാമ്പിനെ പിടിക്കാനായി വരുന്നുണ്ട് മകുടിയുമായിട്ട്. അവർ 5 പേരുണ്ടാവും. അതിലും ജനങ്ങളുടെ പ്രത്യക്ഷത്തിൽ വരുന്നത് 1-2 പേരായിരിക്കും. ബാക്കിയുള്ളവർ വന്നിട്ട് മാറി നിൽക്കും. അവരുടെ കയ്യിൽ ഈ പാമ്പാട്ടികൾ പിടിക്കുന്ന പാമ്പിനെ നിങ്ങൾ അപ്പോഴും തന്നെ ഊതി വരുത്തുന്നു എന്ന് പറയുന്ന പാമ്പിനെ നിങ്ങൾ ഗ്ലാൻഡ് അപ്പോഴും തന്നെ എൻ്റെ വായി തുറന്ന് അതിൻ്റെ ഗ്ലാൻഡ് നോക്കുക. ഈ അതിൻ്റെ വെനമുണ്ടാകുന്ന ഗ്ലാൻഡ്, ഉൽപ്പാദനം ഉണ്ടാകുന്ന ഗ്ലാൻഡ് അതിനുണ്ടാകത്തില്ല. അത് അവർ റിമൂവ് ചെയ്തിരിക്കും, പല്ലെടുത്ത് കളഞ്ഞു. എന്നിട്ട് അവർ വലിയ ട്രൗസറാണ് ഇട്ടിരിക്കുന്നത്. ഈ ട്രൗസറിൻ്റെ പോക്കറ്റിലേക്കാണ് ഇതിനെ ഇട്ടിട്ട് വരുന്നത്. ഇതിനെക്കൊണ്ട് അവർ എവിടെയെങ്കിലും ഏതെങ്കിലും ഈ മകുടി ഒരാൾ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മൊത്തം അവിടേക്ക് വരുന്നു. ബാക്കിയുള്ളവർ നിൽക്കുന്നവർ ഏതെങ്കിലും കുറേ വിറവൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പാമ്പുകളെ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഇവർക്ക് സിഗ്നൽ കൊടുക്കുന്നു. ഇവർ ഈ മകുടി ഊതലൊക്കെ നിർത്തി 2 മണിക്കൂർ ഊതിയിട്ട് പാമ്പിനെ കിട്ടത്തില്ല. അത് കഴിഞ്ഞ് അവർ പോകുമ്പോൾ ആ വിറവ് മാറ്റി അവിടെ നിന്ന് പാമ്പിനെ എടുത്തിട്ട് പോകുന്ന സംഭവങ്ങളാണ് കാണുന്നത്. ഒരിക്കലും പാമ്പ് ദൂരെ നിന്ന് മകുടി ഊതുമ്പോൾ എഴിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഇതെല്ലാം തട്ടിപ്പുകൾ, എല്ലാം പറ്റിക്കപ്പെടുക, നമ്മളെ ജനങ്ങൾ പറ്റിക്കപ്പെടുക ആണ് എന്നുള്ളതാണ്. അതെല്ലാം കഥകൾ മാത്രമാണ്, തട്ടിക്കുന്ന കഥകൾ മാത്രമാണ്. പാമ്പാട്ടികൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് സുരേഷ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പാമ്പുകളെ കൊണ്ടുവന്നിട്ടുണ്ടോ സുരേഷ്? 1-2 പാമ്പുകളെ കാണാൻ കഴിയും. കാരണം ഞാൻ ഇവിടെ നമ്മുടെ ആദ്യമായി ഞാൻ ചെറിയ പാമ്പിനെ നമ്മുടെ ജനങ്ങൾ, അതായത് നമ്മുടെ കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന, കണ്ടാൽ വനമുണ്ടെന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്ന നമ്മൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പാമ്പുണ്ട്. കണ്ടാൽ ശംഖുവരേനെന്നോ ഒക്കെ തെറ്റിദ്ധരിച്ച് പാവം തല്ലിക്കൊല്ലുന്നൊരു പാമ്പാണ് നമ്മളെ ഇപ്പോൾ ഈ കാണാൻ പോകുന്ന ഒരു ചെറിയ പാമ്പ്. ഇത് സർവ്വസാധാരണ കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരിനം പാമ്പാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് കാട്ടുപാമ്പ് എന്നാണ്. കാട്ടുപാമ്പ് അഥവാ ചേരാലാബ്, ചേരയുടെ ക്രോസാണ്, ചേരയുടെ വംശമാണ്. കാട്ടുപാമ്പ് അഥവാ ചേരാലാബ് എന്നറിയപ്പെടുന്ന ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്നു. ഈ തലയുടെ ഇവിടെ മുതൽ പകുതി വരെ കുറുകിയ വരകളുണ്ട്. ഇദ്ദേഹം ചേരയുടെ വംശമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വിനോദം, വീട്ടിൻ്റെ മച്ചിൻ്റെ മേളിലോ അല്ലെങ്കിൽ കമത്തോടിനകത്തോ ഒക്കെ എലി കൂട് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറി എലിയെ ഫാമിലിയോടെ, അത് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരിനം പാമ്പാണ് ഇദ്ദേഹം. ഇതിനെ കണ്ടാൽ സാധാരണഗതിയിൽ നമ്മുടെ കേരളീയർ തല്ലിക്കൊല്ലുന്നതിനെ ശംഖുവരേനെന്ന് തെറ്റിദ്ധരിച്ച്, ശംഖുവരേൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, കറുത്തിൻ്റെ വെള്ള വരകളാണ്. പിന്നെ ഇതിനെ അണലിയെന്നും ചേനത്തണ്ടനെന്നൊക്കെ തെറ്റിദ്ധരിച്ചാണ് ഇവനെ തല്ലിക്കൊല്ലുന്നത്. ചേനത്തണ്ടനും അണലിയൊന്നും ഒരിക്കലും മരത്തിൻ്റെ മണ്ടയിൽ കയറാൻ പോകുന്നില്ല, വീട്ടിൻ്റെ മണ്ടയിൽ നിന്നും കയറാൻ പോകുന്നു. പിന്നെ ഈ പാമ്പ് അല്ല, ഒരിക്കലും അല്ല, നോൺ വെനമസ്, അതായത് വിഷമില്ലാത്ത ചേരയെ പോലെ. 80ഓളം പല്ലുകളുണ്ട് ഇദ്ദേഹത്തിന്. ഞാൻ എണ്ണീട്ട് 80ഓളം പല്ലുകളെ എനിക്ക് മനസ്സിലുണ്ടെന്ന് മനസ്സിലാകുന്നത്. കുഞ്ഞു പല്ലുകളാണ്. ഇത് എലിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടഭക്ഷണം. ഇത് ഈ പാമ്പിൻ്റെ കടിയേറ്റാൽ തന്നെ നമ്മൾ ഒരു മെഡിസിനും എടുക്കേണ്ടതില്ല. അപ്പോൾ സലൈവയിൽ പോലും വെനത്തിൻ്റെ അംശമില്ലാത്ത പാമ്പാണ് ഇദ്ദേഹം. ഇതൊക്കെ നമ്മുടെ പൂർവികർ ഇതിനെ പറഞ്ഞ് പേടിപ്പിച്ചാൽ ഈ പാമ്പാട്ടികൾ തന്നെ അവർ വന്നിട്ട് ഇതിന് മാരകമായ വിഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുന്നു, പാമ്പിനെ പിടിക്കുന്ന ആൾക്ക്. അങ്ങനെയാണ് ഇതിനെ ഇത്രയും കഥകൾ പ്രചരിക്കുന്നത്. ഇതങ്ങനെയൊന്നുമല്ല, ഏറ്റവും സാധുവായ പാമ്പ്. നമുക്ക് ആർക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ കണ്ടാൽ തിരിച്ചറിയണം, തല ചെറുത്, തല കഴിഞ്ഞ് കഴുത്തുണ്ട്, കഴുത്ത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് കുറുകിയ വരകൾ, ഈ പകുതി വരെ മാത്രമേ വരകളുള്ളൂ. വീട്ടിൻ്റെ മച്ചിൻ്റെ മേളിൽ ഈ വയറ്റിൻ്റെ അടിയിൽ ചെറിയ 2 വരകളുണ്ട്, കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 2 വരകളുണ്ട്, സൈഡിൽ കൂടെ ചെറിയ കറുത്ത ലൈൻസ്. ഇത് വെനമസല്ല, ഇത് സാധുവായ പാമ്പ്. കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് സുരേഷ്. ഏത് പാമ്പിനെയാണ് സുരേഷിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ, ഏറ്റവും കൂടുതൽ ഇഷ്ടം കിങ് കോബ്രയാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ പത്തനംതിട്ട ജില്ലയിൽ
നമ്മുടെ കോന്നിക്കടുത്ത് ഒരു കിങ് കോബ്രയെ ഒരു ബാത്റൂമിൽ നിന്ന് പിടികൂടി. കഴിഞ്ഞ 39 രാജവൻ പാലകളെ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞു. വളരെ കുറഞ്ഞ ഒരു 3 വർഷം കൊണ്ടാണ് പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അളവിൽ ഗ്രന്ഥിയിൽ വെനം ശേഖരിക്കാൻ കഴിവുള്ള പാമ്പാണ് കിങ് കോബ്ര അഥവാ രാജവെൻപാല എന്ന് പറയുന്ന കരിവെടല എന്നും കരിഞ്ചാത്തി എന്നും കൂടൻ കരിഞ്ചാത്തി എന്നും ഒക്കെ അറിയപ്പെടുന്ന ലോകത്തിൽ തന്നെ കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരിനം പാമ്പ്. ഈ പാമ്പിന് തന്നെ വേറൊരു പ്രത്യേകത. നമ്മുടെ പൂർവികർ ഈ പാമ്പിനെ വിളിച്ചിരുന്ന പേര് കൃഷ്ണസർപ്പം എന്നാണ്. ഇന്ന് നമ്മുടെ മലയാളികൾക്കൊന്നും ഈ പേര് അറിയില്ല എന്നുള്ളതാണ്. ഈ പാമ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അളവിൽ വെനം ശേഖരിക്കുന്ന പാമ്പ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ. പക്ഷേ ഇന്ന് വരെ ഇന്ത്യയിൽ കിങ് കോബ്ര എന്ന് പറയുന്ന പാമ്പ് ആരെയും വന്ന് കടിച്ച് ആൾ മരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. കിങ് കോബ്രയും ആവാം മൂർഖനുമാകാമെന്ന 3 റിപ്പോർട്ടുകളാണ് കേരളത്തിൽ പറയപ്പെടുന്നത്. കാരണം കിങ് കോബ്രയുടെയും മൂർഖൻ്റെയും വെനം ഒന്നാണ്, ഒരേ പ്രോട്ടീനാണ്. ക്വാണ്ടിറ്റി കൂടുതൽ അഥവാ അളവിൽ കൂടുതൽ രാജവെൻപാല കടിക്കുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ പിടിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, നമ്മൾ പിടിച്ചതിന് വെച്ച് കളിക്കുമ്പോൾ ആണ് അത് ഇങ്ങോട്ട് വന്ന് കടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാലും ഒരു പരിധിക്കപ്പുറം അത് കണ്ടിട്ട് പെട്ടെന്ന് റിവേഴ്സ് പോവുകയാണ് ചെയ്യുന്നത്. നല്ല സൗന്ദര്യമുള്ള പാമ്പ്, വളരെ ശാന്തനായ പാമ്പാണ് കിങ് കോബ്ര. നമ്മൾ അഥവാ വനത്തിലെങ്ങനെ പോകുമ്പോൾ ഒരു കിങ് കോബ്ര നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൻ റിവേഴ്സ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അപകടകാരിയായ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടകാരിയായ പാമ്പ് അണലിയാണ്, അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ അഥവാ ചുരുട്ട മണ്ഡലി എന്നറിയപ്പെടുന്ന റസൽസ് വൈപ്പർ എന്നും അറിയപ്പെടുന്ന പാമ്പാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ചപ്പിൻ്റെ ഇടയിൽ പതുങ്ങിയിരിക്കുന്ന നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ബൈറ്റ് ചെയ്യുന്ന സാധനം അണലിയാണ്. ഈ പാമ്പുകളെയൊക്കെ കൈവശം ഏറ്റവും സാധുവായ പാമ്പ്. ഈ പാമ്പുകളെയൊക്കെ കൈവശം വയ്ക്കാൻ സുരേഷിന് നിയമപരമായ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടാറുണ്ടോ? ഒരു കാരണവശാലും ഇന്ന് ലോക്കൽ ആൾക്കാർക്ക് ആർക്കും പാമ്പുകളെ കയ്യിൽ വെക്കാനോ ഉള്ള പെർമിഷൻ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പറയാൻ പെർമിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ സ്നേക്ക് പാർക്കുകൾക്ക് മാത്രം, ഇന്ത്യയിൽ സ്നേക്ക് പാർക്കുകൾക്ക് മാത്രമേ, അതായത് വെനം കളക്ട് ചെയ്യുന്ന സ്നേക്ക് പാർക്കുകളിൽ മാത്രം, കേരളത്തിലെ ഒരു സ്നേക്ക് പാർക്കിനും പാമ്പുകളെ കയ്യിൽ വെക്കാനായിട്ട് പെർമിഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. കാരണം വെച്ചാൽ 2-3 പാമ്പുകളെ ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി മാത്രം, ഒരു ചേര, ഒരു മൂർഖൻ, ഒരു അണലി, ഇങ്ങനെ 3-4 പാമ്പുകളെ കാണിക്കാൻ വേണ്ടി മാത്രം. സുരേഷ്, അവസാനമായ ഒരു ചോദ്യം കൂടെ, കൗതുകത്തിന്റെ പേരിലുള്ള ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ വാവ എന്നുള്ള പേര് വന്നത്? ചോദിക്കാം. അത് നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നത്, എൻ്റെ നാട്ടിലേക്ക് എന്നെ വിളിച്ചിരുന്നത്, കുഞ്ഞിലെ വിളിച്ചിരുന്നത് വാവ എന്നായിരുന്നു. സുരേഷ് എന്ന സ്കൂളിലെ പേരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ 1-2 മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, സുരേഷ് ഒരു കാര്യം ചെയ്യാം, സുരേഷ് എന്തായാലും ഇത്രയും തിരക്കായല്ലോ, സുരേഷിനെ പാമ്പുകൾ എന്നെ വിളിക്കാൻ വേണ്ടി, അത് പാമ്പുകൾക്ക് സുരേഷിനെ പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി, അത് ജനങ്ങളുടെ പീഡനം സഹിക്കാൻ വയ്യാതാകുമ്പോൾ പാമ്പുകൾ സുരേഷിനെ വിളിക്കുന്നതാണ്, വാ സുരേഷേ ഞങ്ങളെ പിടിച്ച് കാട്ടിൽ കൊണ്ടാക്കൂ. അങ്ങനെയാണ് ഈ 2 പേരും കൂടെ ഒരുമിച്ചാക്കി വാ സുരേഷ് എന്നാക്കിയത്. മീഡിയ സുഹൃത്തുക്കൾ ഇട്ട് തന്നതാണ് ആ പേരെനിക്ക്. ഏതായാലും വളരെയധികം നന്ദി ന്യൂസ് 1 മോർണിംഗിൽ അതിഥിയായി എത്തിയതിനും ഒപ്പം വളരെ രസകരമായ ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദി.